1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ഞാൻ ആ ഭാഗമല്ല കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നത്, എന്നാൽ അത് വായിച്ചിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തോലിക നിർദ്ദേശമാണ്. വളരെ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. പ്രത്യേകിച്ച് 5, 6 ഈ അധ്യായങ്ങളിൽ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയാണ് പ്രധാന വിഷയം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കൊരിന്ത് ലേഖനത്തിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്കും പോകുന്നില്ല. എന്നാൽ ഈ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ആഡംബരവും ദുഷ്ടതയും നിറഞ്ഞ ഒരു ദുഷിച്ച പട്ടണമായിരുന്നു കൊരിന്ത്. അവിടെ ഈ അപ്പോസ്തലൻ ചെന്ന് സുവിശേഷം പറഞ്ഞ് ദൈവസഭ ഉടലെടുത്തു എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ അപാര ശക്തി അതാണ്. മ്ലേച്ഛമേറിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകൾ വിശുദ്ധ ജീവിതത്തിലേക്ക് അവർ സമർപ്പിക്കപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു. നമ്മൾ കണ്ടതാണ് ഈ 6-ാം അധ്യായം അതിൻ്റെ 9, 10, 11 ഈ വാക്യങ്ങളിലൊക്കെ ഇവർക്കൊരു പൂർവകാല അനുഭവമുണ്ട്. ഏറ്റവും മോശപ്പെട്ട നിലയിൽ മ്ലേച്ഛമായിട്ട് നടന്നവരാണ്. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടു. ദൈവം അവരുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു. ഇത് ഓൺലൈനിലും ഇവിടെയും കേൾക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും മനസ്സിലാക്കണം. ഒരു പൂർവകാല അനുഭവം നമുക്കുണ്ട്. ഇനി ഈ പറയുന്ന വലിയ പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും പാപികളാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ വലിയ പാപങ്ങളുടെ ലിസ്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗമരണത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ, വിശുദ്ധനായ ദൈവം നമ്മെ നീതീകരിക്കുന്നു എന്നതാണ് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ദൂത്. എന്നാൽ ഇങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടു ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർ പണ്ട് മാനസാന്തരപ്പെട്ട് ഉപേക്ഷിച്ച പാപം പിന്നെയും ജീവിതത്തിൽ ആവർത്തിക്കുന്ന അനുഭവത്തിലേക്ക് വന്നാൽ അത് വളരെ ഗുരുതരമായ മിസ്റ്റേക്കാണ് എന്നതാണ് വാസ്തവത്തിൽ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം ഈ കൊരിന്ത് പട്ടണം അങ്ങനെയുള്ള ഒരു പട്ടണമാണ്. പട്ടണത്തിൻ്റെ പല പാപങ്ങളും ആ സമൂഹത്തിൻ്റെ ഭാഗമായി രക്ഷിക്കപ്പെട്ടവരായി തീർന്നുവെങ്കിലും ഇവരെ പിന്നെയും സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വേശ്യകൾ ധാരാളമായി ലഭ്യമായിരുന്ന ഒരു പട്ടണമാണ് ഈ കൊരിന്ത് പട്ടണം. എല്ലാത്തര ലൈംഗിക വൈകൃതങ്ങളും അവിടെ ഒരർത്ഥത്തിൽ പരസ്യമായി നടന്നിരുന്നു. കൊരിന്തിലെ അധാർമികതയെ പ്രധാനമായും പ്രോത്സാഹിപ്പിച്ചിരുന്നത് അവിടുത്തെ പുറജാതി ആരാധന കേന്ദ്രങ്ങളാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത് 1000-ഓളം വ്യഭിചാരികൾ ഇങ്ങനെയുള്ള ആലയത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നെന്നും പട്ടണത്തിലെ പുരുഷന്മാർക്ക് അവിടെ ചെന്ന് ആരാധനയുടെ കെയർ ഓഫിൽ ഈ വ്യഭിചാരികളുമായി അവർക്ക് കൂടാമായിരുന്നു എന്നതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഒരു ഭയങ്കര സ്വാധീനമാണ്. ഇത് ചർച്ചിലുള്ള ആളുകളെയും ഒരു തരത്തിൽ സ്വാധീനിക്കുവാനായി തുടങ്ങി. അതിൻ്റെ വെളിച്ചത്തിലാണ് പോൾ വളരെ കർക്കശമായ നിലപാടെടുക്കുന്നത്. പട്ടണത്തിൻ്റെ ആത്മാവ് സഭയെ ബാധിക്കാൻ തുടങ്ങി. ആക്ച്വലി പട്ടണത്തെ സ്വാധീനിക്കാനാണ് സഭ. ഇവിടെയുള്ള ദൈവത്തിൻ്റെ മക്കൾ ഇറങ്ങിച്ചെന്ന് കൊരിന്ത് പട്ടണത്തെ സ്വാധീനിച്ച് കർത്താവിങ്കലേക്ക് തിരിക്കണം. അതിനു പകരം പട്ടണത്തിൽ നിലകൊള്ളുന്ന ഈ മ്ലേച്ഛതകൾ
അകത്തുള്ളവരെ സ്വാധീനിക്കുവാനായി തുടങ്ങുന്ന ഘട്ടത്തിലാണ് പൗലോസ് ഈ ലേഖനത്തിൽ, ഈ 6-ാം അധ്യായത്തിൽ ചില വളരെ ശക്തമായ വിഷയങ്ങൾ എഴുതുന്നത്. 6-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങളിൽ വിശ്വാസികൾ തമ്മിൽ ഉള്ള ലോ സൂട്ടുകൾ, കേസിന് പോവുക, അത് താക്കീത് കൊടുക്കുകയാണ്. യു ആർ ഓൾറെഡി ഡിഫീറ്റഡ് എന്നാണ് പോൾ പറയുന്നത്. അവിശ്വാസികളുടെ മുൻപിൽ ചെന്ന് കേസ് പറയുക. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധന്റെ ശരീരത്തിന്റെ പ്രാധാന്യത. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്ത്യൻ വ്യൂ പോയിന്റിൽ അവർ ബോഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിൽ 18-ാമത്തെ വാക്യം ഞാൻ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് ഒന്ന് പറഞ്ഞിരുന്നു. അവിടെ അല്ല ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. 19, 20 കൂടെ വായിച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. 19-ാം വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അവരറിയേണ്ട കാര്യമാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ 18-ാം വാക്യത്തിൽ ദുർനടപ്പ് വിട്ട് ഓടണമെന്ന് പറയുന്നു. കാരണം അത് ശരീരത്തിനെതിരെയുള്ള പാപമാണ്, അവിടെ പോകരുത്. എന്നിട്ട് 19-ൽ പറയാണ് ഈ ശരീരം എന്നാലും നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം അവിടുത്തെ ആത്മാവിൽ സ്ഥിരതാമസം നടത്തുന്ന ടെമ്പിളാണ് നിങ്ങളുടെ ശരീരം. അത് വലിയ സംഭവമല്ലേ? 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. പിന്നെ വായിച്ചു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അവിടെ കോർപ്പറേറ്റ് ആയിട്ട് സഭയെല്ലാം കൂടി വരുമ്പോൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് അതറിയത്തില്ലേ? 6-19 വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ താമസമുണ്ട്. 17-ാം വാക്യം, ഈ 3-17 ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കുക. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. സഭ എന്ന് പറയുമ്പോൾ ദൈവജനമെല്ലാം കൂടി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഇടയിൽ ഉണ്ട്. സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. യു വിൽ ബി ഇൻ ബിഗ് ടൈം ട്രബിൾ. എപ്പോഴും ഇത് ഓർത്തോണം. ഞാൻ ദൈവമക്കളുടെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി ഇതൊന്നും പലതും പറയാനൊക്കത്തില്ല. സഭയ്ക്ക് വിരോധമായോ സഭയുടെ ആത്മീക അന്തരീക്ഷത്തിന് പ്രയാസം വരുന്ന രീതിയിൽ നീങ്ങിയാൽ ദൈവം നിനക്കെതിരാണ് എന്നുള്ള വസ്തുത അറിഞ്ഞോളൂ. 6-19 വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. അപ്പൊ ഈ ശരീരത്തെ വളരെ ക്ലിയറായി ക്ലീനായി ഉപയോഗിക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവിനെ പിടിച്ചു മേടിച്ചതൊന്നുമല്ല. കൃപയാൽ ദ സ്പിരിറ്റ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ദൈവം അവിടുത്തെ ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ സ്ഥിരമായി താമസിക്കുന്നു. ശരീരം ടെമ്പിളാണ്, പുറത്തെ ടെമ്പിളാണ്. ടെമ്പിളിനെ അപ്പോൾ എത്രമാത്രം സൂക്ഷിച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിനകത്ത് പല കാര്യം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം. 12 വരെയുള്ള വാക്യങ്ങളിൽ ഓവർ ഈറ്റിംഗ് ഒരു പാപമാണ്. ചിലരങ്ങ് വലിച്ചു വാരി ഭക്ഷിക്ക് ഇങ്ങനെ കഴിക്കുക, പാപമാണത്.
വലിയ പാപമാണ്. ടേസ്റ്റി ഫുഡ്, അതുകൊണ്ട് ലോഡ് ഇറ്റ്. അങ്ങ് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, പിന്നെ വലിയ അങ്ങനെ കഴിച്ച് അണ്ണാക്കിൽ കൈയിട്ട് ഓക്കാനിച്ച് ഛർദ്ദിച്ചേച്ച് പിന്നെ കഴിക്കുന്ന പുള്ളികളുണ്ട്. അതൊക്കെ വലിയ പാപങ്ങളാണ്. അത് സമൂഹത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ, അല്ലെ അവരത്രയും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഓവർ ഈറ്റിംഗ് ഇസ് എ സിൻ. യു ആർ സിന്നിങ് അഗൈൻസ്റ്റ് ദ ബോഡി. ഈ ബോഡി വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അത് നമ്മുടെ സ്വന്തമല്ല. ഇറ്റ്സ് മൈ ബോഡി, ഐ വിൽ യൂസ് ഇറ്റ് ആസ് ഐ വോണ്ട്. നോ, യു കാൺട്ട്. രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ യു ഹാവ് ബീൻ ബോട്ട് വിത്ത് എ പ്രൈസ്. ആ ബോഡി ബിലോങ്സ് സോൾലി ടു ഗോഡ്. അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ഈ ശരീരം ഉപയോഗിക്കേണ്ടത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. എന്നിട്ട് ഈ ശരീരത്തിന്റെ പർപ്പസാണ് 20-ാം വാക്യം പരസ്യമായിട്ട് വായിച്ചോളൂ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം വിശുദ്ധന്മാരുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. മന്ദിരത്തിലാണ് ആരാധന വെളിപ്പെടേണ്ടത്. ഈ ശരീരം കൊണ്ട് ദൈവത്തെ, അതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഗ്ലോറിഫൈങ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നമ്മൾ ആയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി, സംസാരം, ഇടപാട്, ക്രയവിക്രയം മുഴുവനും, കണ്ണ്, ചെവി, മൂക്ക്, കയ്യ്, കാല് എല്ലാം ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാൻ കൈയടിച്ച് നമ്മൾ പാട്ടുപാടി എന്നൊക്കെ ഉള്ളത്. ലൈഫ് ഇൻ ദിസ് ബോഡി മസ്റ്റ് ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. അതാണ് ദൈവം സ്ഥിരമായി താമസിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. അല്ലാതെ ദൈവം സ്ഥിരമായി താമസിക്കുന്നുണ്ട് ഞാൻ വിശുദ്ധനാന്ന് പറഞ്ഞിട്ട് എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നത് ബൈബിളിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഇത് സഭയ്ക്ക് എഴുതിയ ദൂതാണ്. ഞാൻ നിങ്ങളോട്, നമ്മുടെ സഭയോട് കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അറിയണം. അതുകൊണ്ട് പട്ടണത്തിലെ സ്വാധീനമൊന്നും ഇങ്ങോട്ടെറിക്കാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. ഡിജിറ്റൽ മീഡിയയുടെ യുഗമാണ്. ഏത് പട്ടണത്തിലും നടക്കുന്നത് നമ്മുടെ കൈവെള്ളയിലാണ്. അതൊന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. നാം ആരാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ പെരുമാറാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഹിതം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനപ്രകാരമാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അപ്പം അവിടെ ഒരു പൂർത്തീകരണം വരുത്തിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഏറെക്കുറെ ഇതേ കാര്യം തന്നെ മറ്റൊരു നിലയിൽ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പം ടോപ്പിക് ഈസ് ദ സെയിം. ഇതൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം പറയുന്നത് ഗിരിപ്രഭാഷണത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്.
മത്തായിയുടെ സുവിശേഷത്തിൽ 60% കർത്താവിൻ്റെ പഠിപ്പിക്കലുകളാണ്. അതിൽ ആദ്യത്തെ പ്രഭാഷണമാണ് മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ പറയാം. ദൈവരാജ്യം എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം, കിങ്ഡം, കിങ്ങിൻ്റെ ഡൊമെയിൻ. ഇന്ന് ദൈവരാജ്യം രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ഭരണം. ദൈവം നമ്മെ ഭരിക്കുന്നു. അങ്ങനെ ഒരു ഭരണം ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അന്ധകാരത്തിൽ നിന്നും പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുക. ഈ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവരാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശദീകരിക്കുന്ന 3 അധ്യായങ്ങളാണ് മാത്യു 5, 6, 7. അതിൻ്റെ താക്കോൽ വാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യങ്ങളുടെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, നിങ്ങളുടെ നീതി എന്ന് പറയുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ തന്നെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് വാസ്തവത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം. ഈ ഒരു വാക്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ പ്രഭാഷണം നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ കണ്ടോ, 2 നീതിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ നീതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ദൈവത്തിന്റെ നിലവാരമനുസരിച്ച് ശരിയായ ജീവിതം നയിക്കുക എന്നതാണ് അർത്ഥം. ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ റൈറ്റ് ലിവിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെ കൈപൊക്കി, കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഓക്കെ, അത് കറക്റ്റാണ്, കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, ആരുടെയും പ്രവർത്തന നിമിത്തമല്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. ഭരണത്തിന്റെ കീഴിൽ വന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് വളരെ കൃത്യമായി കർത്താവ് പഠിപ്പിക്കുക. നിങ്ങളൊക്കെ ഗൾഫിലും യൂറോപ്പിലെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാണല്ലോ. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ, അകത്തു പോവും. അത് യൂറോപ്പിലാണേലും അമേരിക്കയിലാണേലും എവിടാണേലും. അതെന്താ? രാജ്യം മാറിയപ്പോൾ നിയമങ്ങൾ മാറി. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെയായിരുന്നു പണ്ടത്തെ പല പരിചയങ്ങളിൽ. പിശാചിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു നമ്മൾ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ നമ്മളായപ്പോൾ ആ ആത്മീക രാജ്യത്തിൽ നിയമങ്ങൾ മറ്റൊന്നാണ്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ, അതായത് ഈ ഭരണത്തിന്റെ കീഴിലുള്ളവർ, നിങ്ങൾ നടക്കേണ്ട വഴി, നിങ്ങളുടെ നീതി ഫരീസയിന്റെ ശാസ്ത്രിയുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ ഫരീസയനും ശാസ്ത്രിക്കും നീതിയുണ്ട്, അവര് സ്വർഗത്തിൽ പോകുന്നില്ലെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമുക്കിതൊന്നും തോന്നിയില്ലെങ്കിലും അവരെ സംബന്ധിച്ചുള്ളത് ഷോക്കാണ്. സ്വർഗത്തിൽ ആരെങ്കിലും പോകുമെങ്കിൽ ഫരീസയനും ശാസ്ത്രിയുമാണ് പോകേണ്ടത് എന്നാണ് പൊതുവെ യഹൂദൻ ധരിച്ചത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ലൂക്കോസ് 18-11 വാക്യം, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. അങ്ങനെയാണ് പറയുന്നത്. അടുത്ത വാക്യം എന്താണെന്ന് വായിക്കാമോ? ലൂക്കോസ് 18 അതിന്റെ 10-11 വാക്യം വായിക്കും. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ.
പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അടുത്തെന്താ? നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ മതി, ഇങ്ങനെയുള്ള ആരും സ്വർഗത്തിൽ പോകത്തില്ലെന്നാ യേശു പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒത്തിരി കാര്യം ഞാൻ പറയാം. 613 ന്യായപ്രമാണ നിയമങ്ങൾ തങ്ങളാൽ ആവോളം അനുസരിക്കാൻ ബന്ധപ്പെടുന്നവരാണ് ഫരീസയന്മാർ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഫരീസയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേർപെട്ടവൻ. സ്തോത്രം. ചിലർക്ക് ചിരി വരും, നമ്മുടെ കാര്യമാണെന്നോ. അത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫരീസയൻ കർത്താവ് പറയാ സ്വർഗത്തിൽ പോകത്തില്ല. കേൾവിക്കാരായ സമർപ്പിക്കപ്പെട്ട ആളുകളോട് പറയാണ്, നിങ്ങളുടെ നീതി, ദ റൈറ്റ് ലിവിങ്, ഇവരുടെ നീതിയെ കവിയണമെന്ന്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ, കവിയുക. അപ്പൊ എന്താ 613 നമ്മൾ 615 അനുസരിച്ചാൽ കവിയുമോ? 620 കവിയുമോ? ആ അർത്ഥത്തിലല്ല. കവിയുക എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ 2018 ഇവിടെ വെള്ളപ്പൊക്കം കണ്ടതാണ്. നദികളിലെല്ലാം വെള്ളം, മഴ വീണു, വെള്ളം പൊങ്ങി, നദി കവിഞ്ഞാണ് വെള്ളപ്പൊക്കമുണ്ടായത്. എന്ന് പറഞ്ഞാൽ ഉള്ളു മാറി ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് ഈ ദൈവപ്രസാദമുള്ള നീതിപ്രവൃത്തി വരേണ്ടത്. ഫരീസയന് ശാസ്ത്രിയുടെ നീതി ബാഹ്യമായ ആത്മീകതയായിരുന്നു, അവരുടെ ഹൃദയം മാറിയിട്ടില്ലായിരുന്നു. മനസ്സിലാക്കണം പെന്തിക്കോസുകാര്, പുറത്ത് നമുക്കാളുകളെ എല്ലാം കബളിപ്പിക്കാം, അന്യഭാഷ പറയാം, പ്രസംഗിക്കാം, പ്രവചിക്കാം, കാണാതെ ദൈവവചന ഭാഗമൊക്കെ പറയാം. ഒരു കാര്യവും ഇല്ല. ഇതുകൊണ്ട് ഇവിടെയാണ് പലരും കുടുങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിലാണ് മുൻപോട്ട് നമ്മൾ പോയാൽ 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത്, വീതിയുള്ള വാതിലിലൂടെ കടന്ന് അനേകർ വീതിയുള്ള വഴിയെ സഞ്ചരിക്കുന്നു, അതിന്റെ അവസാനം എന്താ? നാശമത്രേ. ഇതാരാണ്? നാശമെന്ന് പറഞ്ഞാൽ നിത്യനാശം, ഇറ്റേണൽ ഡാമിനേഷൻ. 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂടിയ ആത്മീകർ സ്വയവഞ്ചനയിലായിരുന്നു. ഹൃദയം മാറാതെ ഓരോ ആത്മീക ക്രിയകൾ ബാഹ്യമായിട്ട് അവർ കാണിച്ചു. അത് നിമിത്തം അവർ ചിന്തിക്കുകയാണ് അവർ രക്ഷിക്കപ്പെട്ടെന്ന്. കർത്താവ് പറയും അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, സ്വയവഞ്ചനയിലാകരുത്. 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ചിന്തിക്കുന്നവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. when they have not been saved. എത്ര ഭയാനകമാണിത്! എത്ര ഭയാനകമാണിത്! ആളുകളെയെല്ലാം ഞാൻ ഇംപ്രസ് ചെയ്യാം, പക്ഷേ അവർ വീതിയുള്ള വഴിയെ നടക്കുകയാണ്. അത് ജീവങ്കലേക്ക് പോകുന്ന വഴിയല്ല. ശിഷ്യനായി സമർപ്പിക്കപ്പെട്ടവരോട് പറയുകയാണ് 13-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, എൻറ്റർ ത്രൂ ദ നാരോ ഡോർ, ഇടുക്കുവാതിലൂടെ പ്രവേശിക്ക്. എന്നിട്ട് 14-ാം വാക്യത്തിൽ വിശദീകരണം, ഞെരുക്കമുള്ള വഴി, അത് നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴിയാണ്. കണ്ടോ, 2 വഴികൾ. ഇതാണ് 2 നീതി. ഒന്ന് ഫരീസയന്റെയും ശാസ്ത്രിയുടെ നീതി, അത് വിശാലതയുടെ വഴിയാണ്. അവര് ചിന്തിക്കുകയാണ് അവർ ദൈവത്തിന്റെ അടുത്ത ആളുകളാണ്. കർത്താവ് നോക്കി പറയാണ്, നോ, they are on their way to hell. സമർപ്പിക്കപ്പെട്ട ആളുകളോട് പറയാണ്, നിങ്ങളുടെ നീതി കവിയണം, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരണം. From a changed heart, internal righteousness. അവരുടേത് കേവലം എക്സ്റ്റേണൽ. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വ്യക്തിപരമായി നിങ്ങളോടൊക്കെ വന്ന് പറയണമെന്നുണ്ട്, സൗകര്യം, അപകടത്തിലാണ് നിങ്ങളെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ? നിങ്ങളത് അപ്പൊ പാസ്റ്റർ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറയും. ഞാൻ പൊതുവിൽ പറയാണ് കാര്യങ്ങൾ. ഇവിടെ വന്ന് ഉറങ്ങിയും മയങ്ങിയും തൂങ്ങിയും ഈ വിളച്ചിലുകളും കാണിച്ചു പോയാൽ നിങ്ങൾ അപകടത്തിലാണ്.
ഹൃദയത്തെ എനിക്ക് കാണത്തില്ല. ലോകത്തിൽ ആർക്കെങ്കിലും കാണാനൊക്കെ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടോ? ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹൃദയം കണ്ടോ 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 കബഡിയോ കണ്ടോ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഒന്നുമില്ല. നിത്യതയിലാക്കണമെങ്കിൽ ഇറ്റ് കംസ് ഫ്രം എ ചേഞ്ച്ഡ് ഹാർട്ട്. ആ ചേഞ്ച്ഡ് ഹാർട്ടിൽ നിന്നാണ് എക്സ്റ്റേണലി എല്ലാം വരേണ്ടത്. ഹാർട്ട് ചേഞ്ച് ചെയ്യാതെ പുറത്തെ ആഭരണം ഊരിയതും വെള്ളയെടുത്തതും മീശ പഠിച്ചതും പിന്നെ ചില ഫ്ലവറി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചതും മാത്രമേ ഉള്ളെങ്കിൽ അപകടമാണ്. ഇത് നിങ്ങൾ ദയവായി ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. മത്തായിയുടെ സുവിശേഷം 23 നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ഒരു അധ്യായമാണ്. ഫരീസേരെയും ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാരാണ്. ബൈബിൾ പാണ്ഡിത്യം ഉള്ളതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല പ്രിയരെ. ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് പറയാണ്. അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ അവർ നരകത്തിൽ പോകുന്ന. അതെന്താണ്? പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ഉള്ളു മാറിയിട്ടില്ല. ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. നല്ല പാട്ടുകൾ പാടാം, പാട്ട് പാടി ആളുകളെല്ലാം കയ്യിലെടുക്കുക, ഇതെല്ലാം കൊള്ളാം. You will not go to heaven if your heart has not changed. You can preach and teach and prophesy and say all kinds. അകം മാറിയിട്ടില്ലെങ്കിൽ you are on your way to damnation. It's a very clear message. അവരവരെ തന്നെ ശോധന ചെയ്യുവാൻ കർത്തൃനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. മത്തായി 23:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ഈ ബാഹ്യമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് അവരെ കണ്ടം ചെയ്യുകയാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. ഇതിലാണ് പറയുന്നത്. ഞായറാഴ്ച പോവാ, വി ഷുഡ് ലുക്ക് ഗുഡ്. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുക. പുറം ആ തത്രപ്പാടില്ല. അത് താഴോട്ട് കർത്താവ് പറയുന്നുണ്ട്. അതല്ല വിഷയം. അകം മാറാതെ ഇത് മാത്രം ക്ലീൻ ചെയ്യുന്നതാണ് പ്രശ്നം. അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പ് അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. 28 വാക്യം ഇനി ഒന്ന് വായിച്ചേ പരസ്യമായിട്ട്. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു. നമ്മൾ തോന്നിപ്പിച്ചു. എന്നിട്ട് അകമയോ കപടഭക്തി അധർമ്മവും നിറഞ്ഞവരത്രേ. അയ്യോ, എന്ത് സ്വയം വഞ്ചിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. വേർ ആർ യു? നാരോ വേയിലാണോ ദ ബ്രോഡ് വേയിലാണോ? നിങ്ങളുടെ നീതി, ദൈവഭരണത്തിന്റെ കീഴിലുള്ളയാളുടെ നീതി അകത്ത് നിന്ന് ഫ്രം എ ചേഞ്ച്ഡ് ഹാർട്ട് അല്ലെങ്കിൽ കേവലം ബാഹ്യമായി ആളുകളെ കാണിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്, നരകത്തിൽ പോകും. ഇതാണ് ഇതിന്റെ ലളിത അർത്ഥം. അതുവഴിയാണ് മെജോറിറ്റി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു പ്രധാന കാരണവും പറയാം. കഴിഞ്ഞ ദിവസം വളരെ ഹൃദ്യമായിട്ട് കർത്താവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. അതിന്റെ 15 വാക്യം ഒന്ന് നോക്കി. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇവര് നിമിത്തമാണ് ഉള്ളു മാറാതെ പലരും ഈ ബാഹ്യമായിട്ടുള്ള ഈ ആത്മീയത ചെയ്തുകൊണ്ട് ഈ വിശാലതയുടെ വഴി നടക്കുന്നത്. അതെന്താണ്? ഇവരത് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയും വിശുദ്ധീകരണവും ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം ഇവരും ആ മാർഗത്തിലാണ്. ഈ പ്രവാചകൻ എന്നുള്ള വാക്ക് ഞാൻ വിശാല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അല്ല മകനെ മകളെ പ്രവാചകനല്ല. അതുകൊണ്ട് പ്രസംഗിക്കുന്നവനും പാസ്റ്റർമാരും പഠിപ്പിക്കുന്നവരും സകല പുള്ളികളും കർത്താവിൻ്റെ നാവാണ് ഞാൻ എന്ന് പറയുന്ന എല്ലാ പുള്ളിയും ഇതിനകത്തുണ്ട്. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള മെസ്സേജ് അല്ലാതെ കേവലം വൈകാരികമായി ഇളക്കമിട്ട് ആളുകളെ ഇമോഷണലായി ചാർജ് ആക്കി വിടുക. ഗോസ്പലും ക്രൈസ്റ്റ് സെന്റേർഡ് മെസ്സേജ് ഇല്ല. അവർക്ക് മാറ്റം വരാത്തതാണെങ്കിൽ ഞാൻ തറപ്പിച്ച് പറയുന്ന കള്ളനാണവൻ. പ്രൈസ് ദി ലോർഡ്.
അതാണ് കള്ളപ്രവചനം. പിന്നെ മകനെ മകളെ വിളിക്കുന്നവരുടെ പ്രവചനങ്ങൾ വലിയ രസകരമായ കാര്യം ഈ കഴിഞ്ഞ ദിവസം കേട്ടു. എൻ്റെ ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അങ്ങ് പറയുക, ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ ഉണ്ടായി. 3 പെൺകുട്ടികൾ അവർക്ക് ജനിച്ചു. 4ാമത് ഇപ്പം സഹോദരി ഗർഭം ധരിച്ചിരിക്കുക. അപ്പോൾ അവർക്കറിയണം ആണാന്നോ പെണ്ണാന്നോ. നോക്കണേ പോകുന്നത്. സ്കാനിങ് മെഷീൻ വേണ്ട, പ്രവാചകനെ കൂലി കൊടുത്ത് വരുത്തുക. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറയണം എന്താണ്, ആണാന്നോ പെണ്ണാന്നോ. അപ്പോൾ അദ്ദേഹം നല്ലൊരു ദൂത് പറഞ്ഞു, ഇത് ആൺകുട്ടി തന്നെയാണ്. എന്തൊരു സന്തോഷം. എല്ലാവരും സാമ്പത്തികമൊക്കെ കൊടുത്ത് അദ്ദേഹം പോയി. പക്ഷെ ജനിച്ചപ്പോൾ പെൺകുട്ടിയായിരുന്നു. അപ്പൊ പ്രവാചകനെ പോയി കണ്ടു. പക്ഷെ പ്രവാചകന്മാർക്ക് നിൽക്കാൻ അറിയാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രസവിക്കുന്ന അവസാന ഘട്ടം തിരിമറി ഉണ്ടായി. അങ്ങനെ പെൺകുട്ടിയായി പോയതാണ്. സാധുക്കളായ വിശ്വാസികൾ അതും വിശ്വസിച്ച് അദ്ദേഹത്തിന് കാശ് കൊടുത്തു. അല്ല, അവൻ്റെ കാശ് പോണം. അവരുടെ മാത്രം കാര്യമല്ല, വിശാല അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്. ഇവരാണ് ഈ പെരുവഴി ടീച്ച് ചെയ്തത്. യു ഡോണ്ട് നീഡ് ടു ബി ദാറ്റ് സ്ട്രിക്റ്റ് ആൻഡ് ഓൾ. അത് സാരമില്ല, ഇത് സാരമില്ല. കാരണം രക്ഷിക്കപ്പെടാനുള്ള ദൂതില്ല, ക്രിസ്തു കേന്ദ്രിതമായ ദൂതില്ല, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകണം. ഇത് മറച്ചു വെച്ചു. കാരണം അത് പറഞ്ഞാൽ ഇവർക്ക് നിലനിൽപ്പില്ല. അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ പോകുന്നത് ഫരീസയന്റെയും ശാസ്ത്രിയുടെയും ആ പാതയില. അപകടമാണത്. അവർ ചിന്തിക്കുകയാണ്, ഇത്രയും പേര് വരുന്നുണ്ട്, വി ആർ ഓൺ ദ സേഫ് സോൺ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവം ഞങ്ങളെ അംഗീകരിക്കുന്നു. കർത്താവ്, രാജ്യത്തിന്റെ രാജാവ് പറയാണ്, യു ആർ ഇൻ ഡേഞ്ചർ, യു ആർ മൂവിങ് ടുവേർഡ്സ് ഡിസ്ട്രക്ഷൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് കോണ്ടെക്സ്റ്റ്. നിങ്ങളുടെ നീതി ഫരീസയന്റെയും ശാസ്ത്രീയ നീതിയെ കവിയണം. ആ കവിയുന്നത് എങ്ങനാണെന്നുള്ളതാണ് 5:21 മുതൽ 48 വരെ 6 കൂട്ടം കാര്യങ്ങൾ പറയുന്നത്. എക്സ്റ്റേണൽ റൈച്ചസ്നെസ്സും ഇന്റേണൽ റൈച്ചസ്നെസ്സും എങ്ങനെയാണെന്ന് കർത്താവ് തന്നെ ആ കോണ്ടെക്സ്റ്റ്, നമുക്ക് വേറെ എങ്ങും പോയി വ്യാഖ്യാനിക്കേണ്ട. അതിലെ ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ വ്യഭിചാരത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ഗിരിപ്രഭാഷണം ഒരു പ്രാവശ്യം പഠിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, തിരുവല്ലയിൽ എനിക്കൊന്നൊരു 35 ആഴ്ചകളോ 36 ആഴ്ചകൾ we were doing the sermon on the mount. എല്ലാ ചർച്ചകളും മനസ്സിലാക്കിയിരിക്കേണ്ട ദൂതാണ്. This is the constitution of the kingdom of God. എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടത്? നീതി അകത്ത് നിന്ന്, ഫ്രം എ ചേഞ്ച്ഡ് ഹാർട്ട്. പ്രവാചക ഭാഷ, ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഇതാണ് പുതിയ ഉടമ്പടിയിൽ നടക്കേണ്ടത്. പഴയ നിയമ പ്രവാചകൻ പറയാ, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും. ഇതാണ് ന്യൂ കവനന്റിൽ നടക്കേണ്ടത്. അല്ലാതെ എക്സ്റ്റേണൽ അല്ല ആത്മീയത. എക്സ്റ്റേണലി ഞാൻ കാണിക്കുന്നത് മുഴുവനും ഇറ്റ് ഹാസ് ടു കം ഔട്ട് ഓഫ് എ ക്ലീൻ ഹാർട്ട്. ചെക്ക് യുവർ ഹാർട്ട് ദിസ് മോർണിംഗ്. ഞാൻ അവർക്ക് പുതിയ, എനിക്ക് ഉണ്ടാക്കാനൊക്കത്തില്ല, ഞാൻ അവർക്ക് കൊടുക്കും. എല്ലാം അങ്ങനെ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. Who did this? അതാണ് ന്യൂ ബർത്തിൽ നടക്കേണ്ടത്. എ ചേഞ്ച്ഡ് ഹാർട്ട്. അല്ലാതെ ആടിപ്പാടി ചാടി തുള്ളി അങ്ങ് പോയിക്കോ, ഇന്ന് ഭയങ്കരമായിരുന്നു. എന്താണ് ഭയങ്കരം? സ്വഭാവം മാറിയോ? ഉള്ളു മാറിയോ? കുടുംബമായിട്ട് ജീവിതം എങ്ങനെയുണ്ട്? ഭാര്യഭർത്തൃ ജീവിതം എങ്ങനെയുണ്ട്? കുടുംബമായിട്ട് എങ്ങനെയുണ്ട്? അയൽവാസികളുമായിട്ട് എങ്ങനെയുണ്ട്? സമൂഹത്തിൽ എങ്ങനെയുണ്ട്? ഇറങ്ങി ഒരു ട്രാക്ട് കൊടുക്കാൻ ഒക്കുമോ? ഇന്നടത്ത് ഇന്നാര് വരുന്നുണ്ട്, സുവിശേഷവുമായിട്ടായിരിക്കും. ഹൃദയമാണ് മാറേണ്ടത്,
ഉള്ള്. അതാണ് പുതിയ ഉടമ്പടിയിൽ നടക്കുന്നത്. അല്ല പുറത്തെ ആക്ടിങ് അല്ല. കൺവെൻഷനൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ വലിയ വലിയ കൺവെൻഷനുകൾ ഡിനോമിനേഷൻ്റെ എന്നോ ഒച്ചപ്പാട ഏതോ ചാട്ടമോ ഇന്ന് രാത്രി കർത്താവ് വരും, സകലവിധ മറിപ്പും ചെയ്തിട്ടാ ഇതെല്ലാം പറയുന്നത്. ഇത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാരെയാണ് ഈ ചീറ്റ് ചെയ്യുന്നത്? സ്വയവഞ്ചനയാണിത്. സ്തോത്രം. ശവടക്ക ശുശ്രൂഷയില് അല്ല കാശുകാരാണേൽ കാശ് കൊടുക്കുകയാണെങ്കിൽ ഗംഭീര പ്രസംഗം നടക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ മേഘത്തിൽ പൊങ്ങി പോകുന്ന പോലെ ദൂതന്മാർ ഇതാ വന്ന് ഇതൊക്കെ പറയും. ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. ബാഹ്യമായിട്ട് കാപഠ്യത്തിലാ നടന്നതെങ്കിൽ യു വിൽ ലൂസ് ലൈഫ്. ശ്രദ്ധിച്ച് കേട്ടണോ ഇത്? പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഉറങ്ങിയിട്ട് നിത്യതയിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവേ ഞാൻ അവിടെ ഉറങ്ങിപ്പോയി, അത് ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞാൽ യു ആർ ദ ലൂസർ. ഇതിൻ്റെ വെളിച്ചത്തിലാണ് 27 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഫരീസേന്റെ നീതിയും തന്നെ അനുഗമിക്കുന്ന ദൈവരാജ്യത്തിലുള്ളവരുടെ നീതിയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണ്. അതിനു മുമ്പ് 21 മുതൽ സഹോദരനോടുള്ള കോപത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഞാനതിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം അപ്പം ഒത്തിരി അങ്ങ് നമ്മൾ ഇലാബറേറ്റ് ആയി പോകും. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ആ വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. 27 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സഭാ അംഗങ്ങളും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വ്യഭിചാരമെന്ന ക്രിയ ചെയ്തിട്ടില്ലെങ്കിലും ആ കുറ്റത്തിൽ പിടിക്കപ്പെടാം. അതുപോലെ ഗിരിപ്രഭാഷണത്തിൽ 2 കാര്യത്തിനാണ് തുറന്ന് കർത്താവ് പറയുന്നത് നരകത്തിൽ പോകുന്നത്. ഒന്ന് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരനോടുള്ള ക്ഷമിക്കാത്ത കോപം, വാശി, വൈരാഗ്യം, ഇതൊരു ഹെൽ. രണ്ടാമത്തെ ഈ വിഷയമാണ്. ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തോണം. യേശുവിൻ്റെ വാക്ക് ഇപ്പം പുതിയ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെ നരകമെന്ന് പറയുന്നൊന്നില്ലടാ, ഇതൊക്കെ ചുമ്മാ ആളുകളെ വിരട്ടാനാടാ. യേശുവിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. 27 വാക്യം, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രൈമറി ഓഡിയൻസ് കർത്താവിൻ്റെ കൂടെ പോകാൻ സമർപ്പിക്കപ്പെട്ടവരാ. സെക്കൻഡറി ഓഡിയൻസ് മത്തായി 7:28 പുരുഷാരമുണ്ട്. പുരുഷാരത്തിനൊരു ദൂത്, കൂടെ നടക്കാൻ സമർപ്പിക്കപ്പെട്ടവർക്ക് വേറൊരു ദൂത്. അങ്ങനെ അല്ല യേശു. എല്ലാവർക്കും മനസ്സിലാകണം, ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. എവിടെ? 10 കൽപ്പനയിലെ 7ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 14 വാക്യം, ആവർത്തന പുസ്തകം 5 അധ്യായം 18 വാക്യം, രണ്ടിടത്തും വ്യഭിചാരം ചെയ്യരുത്. പ്രൊഹിബിഷൻ അഗൻസ്റ്റ് അഡൾട്ടറി. ലേവ്യ പുസ്തകം 20:10 കർക്കശമായ നടപടിയാണ് അങ്ങനെ ഒരാൾ പിടിക്കപ്പെട്ടാൽ എടുക്കേണ്ടത്. ഒരുത്തന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. They must die. ഇതാണ് ന്യായപ്രമാണം. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇത് ഗുരുതരമായ വിഷയമാണ്. ഇവരിത് കേട്ടിട്ടുണ്ട്. എല്ലാ യഹൂദരും മനപ്പാഠം അറിയാം. 10 കൽപ്പനയിലെ 7ാമത്തെ കൽപ്പനയാ. ഇനി 10ാമത്തെ കൽപ്പന എന്താന്ന് നിങ്ങൾക്കറിയാമോ? പുറപ്പാട് 20:17 കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അപ്പൊ അതിനകത്ത് കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട്
മോഹത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് കംഫർട്ടബിൾ ഫോർ ദം ടു ഇഗ്നോർ ഇറ്റ്. അതിപ്പോ കാര്യമാണ്, അങ്ങനെ വരെ ജീവിക്കാനൊക്കെ കൂടി. ഈ യഹൂദന്മാർ ഇതെല്ലാം കേട്ടിട്ടുണ്ട്, അവർക്കിതെല്ലാം അറിയാമെന്നേ. അപ്പൊ എന്താണ് ഫരീസയന്റെ നീതി? ഫരീസയന്റെ നീതി, പ്രൈസ് ദി ലോർഡ്, കറക്റ്റ് ദൂത കേട്ടോ ഇന്നത്തേത്. എന്നാച്ചാ, ഞാൻ വ്യഭിചരിക്കാനൊന്നും പോയിട്ടില്ല, എന്നെ പോനാച്ചോ, നമുക്കിങ്ങനെയുള്ള ഇടപാടൊന്നും ഇല്ല. ഫരീസയന്റെ നീതി, അവൻ അക്ഷരികമായി ആരുടെ അടുത്ത് വ്യഭിചരിക്കാനായി പോയിട്ടില്ല. അവന്റെ ചിന്തയിൽ അക്ഷരികമായി ആ ക്രിയ ചെയ്യാത്തത് കൊണ്ട് ദൈവം അവനെ നീതീകരിച്ചു. ഐ ആം ഓക്കേ. സ്തോത്രം. 28-ാം വാക്യം, ഞാനോ, കർത്താവ് പറയാ, നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അവന്റെ നീതി എന്താ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കർത്താവ് എന്താ പറയുന്നത്? ദൈവരാജ്യത്തിന്റെ നീതി, സ്ത്രീയെ ഇതാഗ്രഹിച്ചുകൊണ്ട് നീ നോക്കി നിന്നോ, അകത്ത് ഈ ക്രിയ ചെയ്തതിനോട് തുല്യമാണ്. യു ഗോ ടു ഹെൽ. അയ്യോ, അപ്പൊ പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് ഭയങ്കരമാണല്ലോ. ആന്നു അറിഞ്ഞില്ലേ? അയ്യോ, ഞാനോർത്ത് രക്ഷിക്കപ്പെട്ട പിന്നെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അല്ല അല്ല, ദൈവരാജ്യത്തിൽ നിയമമുണ്ട്. അതിനിപ്പോ കൺവീനിയന്റ് ആണ് ചിലർക്ക്. എന്താ, ഇത് നമുക്കുള്ളതല്ല. പിന്നെ ആർക്കാ? അതൊക്കെ യഹൂദന്മാർക്കുള്ളതാ. കണ്ടോ, ബൈബിൾ ഇപ്പൊ വെട്ടിച്ചൊറുക്കാനായിട്ട് നോക്കുക ആളുകൾ. പാണ്ഡിത്യം കൂടിയപ്പോൾ എന്താണ് ബൈബിൾ എന്ത് ചെയ്യണം? വെട്ടിച്ചുരുക്കുക. ഇതാ പ്രമാണം. രണ്ട് നീതി കണ്ടോ? ഫരീസൈന്റെയും ശാസ്ത്രിയുടെ നീതി എക്സ്റ്റേണൽ, I have not committed any adultery. യേശു പറയുന്ന ആന്തരിക നീതി എന്താ? ഫ്രം എ ചേഞ്ച് ഹാർട്ട്, മോഹിക്ക പോലും വരുത്. ദിസ് ഈസ് ദി ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്. ഇതാണ് കിങ്ഡം ഓഫ് ഗോഡ്. കാരണം ദൈവം ഭരിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഇങ്ങനെ സാധ്യമല്ല. അപ്പൊ ഇതിനകത്തെ നമുക്ക് ലൈംഗികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്നതാണ് ജോൺ സ്റ്റോട്ട് പറയുന്നത്. അതുപോലെ ഞാൻ എടുത്തു പറയാം. There is not the slightest suggestion here that natural sexual relations within the commitment of marriage are anything but God-given and beautiful. കുടുംബജീവിതത്തിനകത്തെ സെക്ഷുവൽ ആക്ടിനെ നിരോധിക്കുന്നതല്ല ഇത്. This is talking about adultery. വേറെ ഒരു ഭക്തനാണ് വാരൻ W. വീഴ്സ്ബി. അദ്ദേഹം പറയുന്നത്, God created sex and God protects sex. He has the authority to regulate it and punish those who rebel against his laws. He does not regulate sex because he wants to rob us, but rather because he wants to bless us. ഈ വിലക്കുകളൊക്കെ വെക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാനാണ്, അല്ലാതെ ഒരു നന്മയിൽ നിന്ന് നമ്മളെ മാറ്റുന്നതായിട്ടല്ല ചിന്തിക്കേണ്ടത്. അപകടമാണ് മറ്റേത്. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചെക്ക് ചെയ്യണം ഈ പ്രഭാതത്തിൽ. സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ശരിക്കും നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം. അപ്പൊ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് 27-28 വാക്യത്തിൽ പറയുന്നത്, അൺലോഫുൾ സെക്സ് ഔട്ട്സൈഡ് മാരേജ്, അതാണ് അഡൾട്ടറി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അത് ശരിക്കും അപ്ലൈ ചെയ്താൽ വിവാഹം കഴിച്ചിട്ട് മറ്റ് പോയി വ്യഭിചരിക്കുന്നതും വിവാഹത്തിന് മുൻപ് ലൈംഗികമായ പാപത്തിൽ ഏർപ്പെടുന്നതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. എത്ര ക്ലീനും ക്ലിയറായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. 28-ാം വാക്യം പരസ്യമായിട്ട്
ഒന്ന് വായിച്ചാട്ടെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം. അത് കേട്ടോ, നോക്കരുതെന്നല്ല പറയുന്നത്, മോഹിക്കേണ്ടതിന് നോക്കുക. അയ്യോ, ഞാൻ സ്ത്രീയെ കണ്ടു. മോഹിക്കേണ്ടതിന് എന്ന് പറഞ്ഞ പ്രീ മെഡിറ്റേറ്റഡ്, പ്ലാൻ ചെയ്യുക. ആ സിൻഫുൾ ഡിസയർ ഉള്ളിൽ വെച്ചുകൊണ്ട് തുറിച്ചു നോക്കുക. ഒന്നുകൂടെ വായിച്ച, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം. അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം. അപ്പൊ ഇന്റൻഷനിലാണ്, റിപ്പീറ്റഡായി തുറിച്ചു നോക്കുകയാണ്. ദ കോൺസ്റ്റന്റ് സ്റ്റെയർ. സഹോദരിമാർ തന്നെ അസ്വസ്ഥരായിട്ടില്ല? ചിലരുടെ ഈ നോട്ടം കണ്ടങ്ങ് വല്ലാതെ നമ്മൾ തുറിച്ചു എന്നാ നോക്കുന്നേ. അപ്പോഴാ കാരണം അവനങ്ങ നോ നോ നോ. വിശ്വാസികളുടെ ഇടയിൽ പേര് പറയുക പോലും വരുത്. ഞാൻ അപ്പോസ്തോലിക പഠിപ്പിക്കൽ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഞാൻ ഗിരിപ്രഭാഷണത്തിലെ 2-3 വാക്യങ്ങൾ എടുത്ത് ഇന്ന് ഇത് മെയിൻ വിഷയമാണ്. ഇത് നിമിത്തമാണ് ഒരുപാട് പേര് പാളിപ്പോകുന്നത്. ആന്തരിക നീതി വലിയ വിഷയമാണ്. ഇപ്പൊ ചിലർ എന്തെങ്കിലും, ഞാൻ വിശുദ്ധനാണ്, എനിക്കൊരു കുഴപ്പമില്ല. അകത്ത് പക്ഷെ കറപ്റ്റഡ് ആണെങ്കിൽ പ്രിയരെ, യേശുവിന്റെ വാക്കുകൾ സ്വർഗത്തിൽ പോകത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം ഇത് മനസ്സിലായിക്കോണം. ഞാൻ ശാനപ്പെട്ടതാ, അതിനെന്നാ? ഈസ് യുവർ ഹാർട്ട് ജെനുവൻ ആൻഡ് ക്ലീൻ ആൻഡ് പ്യുവർ ബിഫോർ ഗാഡ്? അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല കുഞ്ഞുങ്ങളെ. സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മോഹമെന്ന് പറഞ്ഞാൽ, ലസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിനെ, സ്ത്രീയെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷനാകട്ടെ, രണ്ടും ആപ്ലിക്കേഷനാണ് നടത്തിക്കോണം. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെയാ കുറച്ചുകൂടെ പേടിക്കേണ്ടത്. പുരുഷനെ പിടിക്കേണ്ടതിന് അങ്ങനെ ലസ്റ്റ് ചെയ്യുക, ഉള്ളിൽ ആഗ്രഹിക്കുക. അതുപോലെ പ്രത്യേക സൈറ്റുകളിലൊക്കെ പോയി അത് പാത്തും പതുങ്ങിയിരുന്ന് കാണുക. എല്ലാം ഈ കാറ്റഗറി. പോർണോഗ്രഫി അഡിക്റ്റ് ഒന്നും എൻ്റെ പൊന്നച്ചോ നിങ്ങളൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. എന്നോട് ഇവിടെ ഞാൻ അതുകൂടെ പറയുന്നത് നിങ്ങൾക്ക് സഹായമാകട്ടെ. എന്നോട് ഒരിക്കൽ ഒരു യൂത്ത് മീറ്റിങ്ങിന് ചോദിച്ചു, ഈസ് മാസ്റ്റർബേഷൻ എ സിൻ? യൂത്ത് മീറ്റിങ്ങിൽ തൻ്റെ ഇടമുള്ള ഒരാൾ ചോദിച്ചത് എന്നോട്. ഞാൻ പറഞ്ഞു പാപമാണെന്ന്. വായ്? ഞാൻ ഈ വാക്യമാണ് എടുത്ത് മുന്നോട്ട് വെച്ചത്. സ്വയഭോഗം നടത്തുന്ന സമയത്ത് ആരെയോ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ സിൻ ആൻഡ് യു ഗോ ടു ഹെൽ. എനിക്കിത് തീർത്ത് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കുഞ്ഞുങ്ങളെല്ലാം ഇത് ഓർത്തോണം. സ്തോത്രം. എത്ര വലിയ വിഷയമായി ദൈവരാജ്യം. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്ന് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചല്ല. അവർ ബോഡി ഇസ് ബോട്ട്, ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്, ഗോഡ് അലോൺ. വിവാഹം കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലുണ്ട്, ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ ഭാര്യയ്ക്കും ഭാര്യയുടെ ശരീരത്തിന്റെ മേൽ ഭർത്താവിനും അവകാശമുണ്ട്. അല്ലെ നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം. വളരെ ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാം മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഡെലിബറേറ്റായി ഓപ്പോസിറ്റ് സെക്സിനെ നോക്കിക്കൊണ്ട് ഈ ആഗ്രഹത്തോടെ, വ്യഭിചരിക്കണമെന്ന ആഗ്രഹത്തോടെ, ലൈംഗികമായി ഇടപെടണമെന്ന ആഗ്രഹത്തോടെ ആണെങ്കിൽ യു ആർ സിന്നിങ് അഗൻസ്റ്റ് ഗോഡ് ആൻഡ് യു വിൽ ബി ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ടെംപ്റ്റേഷൻസ് അൺഎക്സ്പെക്റ്റഡായി, ചിന്തിച്ചില്ല, ഒന്നും ചെയ്തില്ല, ടെംപ്റ്റേഷൻ ഉണ്ടായി. ടെംപ്റ്റേഷൻ ഉണ്ടാവുമ്പോൾ ആ ചിന്ത താലോലിക്കാൻ അനുവദിക്കരുത്. ദാവീദ് നടന്നുകൊണ്ടിരുന്നപ്പോൾ
ഒരു സ്ത്രീ അവിടെ ഷി വാസ് ബെയ്ത്തിങ്. ഓക്കെ, അത് വിട്ടു. പോകേണ്ടതിന് പകരം അത് താലോലിച്ചു, പോയി സ്ത്രീയെ എടുത്തു, വ്യഭിചരിച്ചു. അതാണ് പാപം. ഉദ്ദേശിക്കാത്ത ഒരു സമയത്ത് ഇതാ മുന്നിൽ ഏതോ ഒരു കാര്യം കണ്ടു, പെട്ടെന്ന് യു ആർ ടെംപ്റ്റഡ്. യു ക്യാൻ ബി വിക്ടോറിയസ് ആൻഡ് മൂവ് ഓൺ. ഇതങ്ങനല്ല. പ്രീ മെഡിറ്റേറ്റഡ് ആയി ചിലരെ കാണുക, ചിലരെ നോക്കുക, ഈ ചിന്തയോടെ എനിക്ക് ഇവളെ വേണം, അല്ലെ ഇവനെ വേണം. ചില സ്ത്രീകളൊക്കെ ഉണ്ട്, വലിയ ട്രാപ്പാണ്, വേഷമാണ്. പാടില്ല. ക്രിസ്തീയ ജീവിതവും ഇതും കൂടെ ഒരുമിച്ച് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോൾ ദാവീദിന്റെ കാര്യം പറഞ്ഞ 2 ശമൂവേൽ 11 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. ലോകം വെച്ച് നീട്ടുന്ന ഈ ട്രാപ്പുകളെ ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. ഇനി കർത്താവ് പറയുന്ന ചില നിർദ്ദേശങ്ങൾ 29-30 വാക്യങ്ങൾ, അത് പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 29-30 വാക്യം. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാ കേട്ടോ. വലം കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. അപ്പൊ ഇങ്ങോട്ട് നോക്കെല്ലാരും. വലം കണ്ണ് പാപം ചെയ്തു, പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ചൂഴ്ന്നെടുത്ത് കളയണം. ആരെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഒരുത്തനത് ചെയ്ത് കേട്ടോ. കണ്ണല്ല, ശരീരത്തിൽ അദ്ദേഹം ചില ക്രമീകരണങ്ങളൊക്കെ അങ്ങനെ വരുത്താൻ നോക്കി. പക്ഷെ എൻ്റെ പോയിന്റ് ഇതല്ല. വലം കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞാൽ ഇടം കണ്ണുകൊണ്ട് പാവം ചെയ്തില്ലേ? ഇല്ലേ? അടുത്തെന്താ? വലം കണ്ണ്. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അടുത്തത്, വലങ്കൈ നിനക്ക് വലങ്കൈയാണ് നിനക്ക് ഇടർച്ചയെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ വെട്ടി എറിഞ്ഞു കളക. ആരെങ്കിലും ചെയ്തോ? താഴോട്ട് വായിര്. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പൊ വലങ്കൈ ഇടർച്ചയാ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടം കൈ കൊണ്ട് പാപം ചെയ്തില്ലേ? അപ്പൊ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? അതിന്റെ സിമ്പിൾ അർത്ഥം, ബി റാഡിക്കൽ. ഈ കണ്ണ് ഇടർച്ചയാകുകയാണെങ്കിൽ ആ കണ്ണ് എനിക്കിനി ഇല്ലാത്തതുപോലെയുള്ള തീരുമാനം, ഞാൻ ഇനിയും പാപം ചെയ്യത്തില്ല. ഇതുകൊണ്ട് കൈയാണ് ഇടർച്ചയെങ്കിൽ ആസ് ഇഫ് ഐ എം കട്ടിങ്, ഇങ്ങനെ ഒരു അവയവം എനിക്കിനി ഇല്ല എന്നതുപോലെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠ എടുക്കുക. അതാണ് ഇതിന്റെ ട്രൂ മീനിങ്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ആംപ്യൂട്ടേഷൻ അല്ല കർത്താവ് പറയുന്നത്. ഇനി കണ്ണും കയ്യും എല്ലാം ചൂഴ്ന്നെടുത്താലും മനസ്സുകൊണ്ട് പാപം ചെയ്തില്ലേ? അപ്പൊ എന്താണ്? റാഡിക്കൽ തീരുമാനമാണ് അതിന്റെ വിഷയം. അതിന് ഉത്തമ ഉദാഹരണം പഴയ നിയമ ഭക്തൻ, ഇൻഫാക്ട് പഴയ നിയമത്തിനും മുമ്പ് ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്യുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31-1 വാക്യം ഒന്ന് വായിച്ചു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഞാൻ എൻ്റെ കണ്ണ്, I made a covenant with my eyes. See, we are brothers and sisters. നമ്മൾ പരസ്പരം ഇങ്ങനെ കാണും. അതല്ല ഇവിടുത്തെ വിഷയം. കണക്ക് കൂട്ടി ടാർഗറ്റ് ചെയ്ത് ഒരു സ്ത്രീയെ നോക്കി ഹൃദയത്തിൽ അവിടെ കൂടെ ശയിക്കുകയും അവളെ ഉപയോഗിക്കുന്നതുമായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ലസ്റ്റ് ചെയ്യുക. I'll tell you, God hates that. ഒരു വിശ്വാസി എന്ന നിലയിൽ സഭയ്ക്കുള്ളിൽ മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എന്തെല്ലാം ആരെയെല്ലാം കാണുന്നു, എല്ലായിടത്തും we are under the reign of God. അപ്പൊ അപ്പോസ്തോലിക പഠിപ്പിക്കലാകട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പഠിപ്പിക്കലാകട്ടെ, വളരെ കൃത്യമായിട്ട് സ്കൂൾ കോളേജുകളിൽ പോകുമ്പോൾ ഐ ലവ് യു, എന്ത് ഐ ലവ് യു, ഓ അപ്പോഴത്തേക്ക് എന്താ നമ്മൾ തിരിച്ചു പറയേണ്ടത്? ഐ ലവ് യു ടു. ആണോ? മക്കളെ,
ഇങ്ങനെ അതുവിധം പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ഇതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടുക. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടുക. ആർക്കും സഹായിക്കാനൊക്കത്തില്ല. നിങ്ങളെ സംബന്ധിച്ചോളം യു ഓൾറെഡി ഗോട്ട് ദ ടീച്ചിങ്. എൻ്റെ ഹൃദയത്തിൽ പറയാൻ പ്രേരണ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാനിവിടെ 22 വർഷമായി ഭർത്തൃവേലയാണ്. വളരെ കുറച്ച് കുടുംബങ്ങളെ ഉള്ളായിരുന്നു പ്രാരംഭത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെല്ലാം അന്ന് 40കളിലാണ്. വി വർ ഓൾ 40 years. അതിലെ പല സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട്, കാരണം അന്ന് ഇത്രയും കുടുംബമേ ഉള്ളൂ. എല്ലാ ദിവസവും ഞങ്ങൾ കൂടുക, കാണുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയായിരുന്നു പോകുന്നത്. ദൈവം കരുണ ചെയ്തു, കൃപ ചെയ്തു. കാരണം നമുക്ക് ബലമൊന്നും ഇല്ല ഇതിന്. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒറ്റ വാക്ക് ഇങ്ങനെയുള്ളത് പരസ്പരം പറയാൻ ഇടവന്നിട്ടില്ല. ഇത് അവരുടെ കേൾവിയിലാണ് ഞാൻ ഈ പറയുന്നത്. ഒറ്റ വാക്ക്, സെന്റൻസ് അല്ല, ഒറ്റ വാക്ക്. ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടുള്ള സംസാരമോ അങ്ങനെയുള്ള പെരുമാറ്റമോ നാളിതുവരെയും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഇടവന്നിട്ടില്ല. ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇറ്റ് ഈസ് ഗ്രേസ് അലോൺ. ലോകത്തിലെ ഒരു മനുഷ്യനും ഇതിനകത്ത് ആന്തരിക ബലമില്ല. ഇന്നും ഞങ്ങൾ ആരംഭിച്ചപ്പോഴുണ്ടായിരുന്ന ആ ദൈവസ്നേഹത്തിൽ ഇന്നും കൃപയാൽ നിൽക്കുന്നു. ഇത് ഇവിടെയുള്ള എല്ലാവരും ഇതോർത്തോണം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ വിപരീതമാകാം, സാഹചര്യങ്ങൾ അനുകൂലമാകാം. അനുകൂലമായാലും വിപരീതമായാലും ഗാർഡ് യോർ ഹാർട്ട്. ഗാർഡ് യോർ ഹാർട്ട്. നമ്മുടെ സംസാരങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത് വേറെ ഒന്നും. ടെംപ്റ്റേഷൻ വരുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണ്. ഐ ആം ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗാർഡ് ചെയ്യണം. അതുപോലെ അവരവരുടെ ഭാര്യമാരിൽ തൃപ്തി അണയണം. മനസ്സിലായോ? എന്തോ മനസ്സിലായി? ചിലപ്പോൾ അങ്ങ് സ്നേഹം കവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്യും. അങ്ങനെ അങ്ങ് പോവല്ലേ. അവരവരുടെ ഭാര്യമാരിൽ നിങ്ങൾ തൃപ്തി അണയണം. വേറെ ഒരിടപാടുകൾക്കും പോകരുത്. ഭാര്യഭർത്തൃ ജീവിതത്തിൽ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. വിവാഹത്തിന് മുൻപോ അതിന് ശേഷമോ ഈ മ്ലേച്ഛതയിൽ ഇടപെടരുത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് കാണും, പാപം കാണും. ദൈവം അത് ക്ഷമിക്കും. ക്ഷമിച്ചു കഴിഞ്ഞ് കൊരിന്ത്യരെ പോലെ അകത്ത് വന്നു കഴിഞ്ഞ് പിന്നീട് ഇളക്കം തട്ടുകയാണെങ്കിൽ ഒട്ടൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാനിരുന്നോണം. ആ ടെംപ്റ്റേഷനെ അതിജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പാപത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാം. കുടുംബങ്ങൾ തകരും, വ്യക്തികൾ തകരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഓർത്തോണം. സാരമില്ലെന്ന് ചിന്തിക്കരുത്. ഇത് മാരക വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അനേക കുടുംബങ്ങൾ തകർന്നു പോകും, വ്യക്തികൾ തകർന്നു പോകും. പിന്നെ ശരീരവും മനസ്സും കറപ്റ്റഡ് ആകും, പൊള്യൂട്ടഡ് ആകും. അതിനകത്തൊന്ന് പെട്ടെന്ന് ഊരിപ്പോകാനൊക്കത്തില്ല. കർത്താവ് ക്ഷമ ചോദിച്ച് ക്ഷമിച്ചാലും ഇത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കാര്യം. സ്തോത്രം, സ്തോത്രം. പറയാൻ തോന്നുന്നില്ലേ? സ്തോത്രം. കേട്ടോ മോളെ, ബെന്തിക്കോസ്റ്റില് എന്തോന്ന് ബെന്തിക്കോസ്റ്റ് എന്നും പറഞ്ഞ് വായി നോക്കി നീ നടന്നാൽ നിനക്ക് തന്നെ കുഴിയാണ്. ഉപവാസം പ്രാർത്ഥന, കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം ഉപവാസവും പ്രാർത്ഥന എടുപ്പിച്ചോണം. അവരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നിങ്ങൾ ശ്രദ്ധിക്കണം. മത്സരികളാന്ന് പറഞ്ഞാൽ അടി 1ാം ക്ലാസ് കൊടുക്കണം. അടിക്കുന്ന പ്രായത്തിൽ ശിക്ഷിക്കണം മാതാപിതാക്കൾ. നിങ്ങളാണ് ഉത്തരവാദി, മാതാപിതാക്കൾ. സ്തോത്രം. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞ് അടിക്കാനൊന്നും പോകരുത്, വലിയ പ്രശ്നമാകും.
കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അടിക്കേണ്ട പ്രായത്തിൽ നന്നായി അടിക്കണം, ശിക്ഷിച്ച് വളർത്തണം. വേദോസം അതാ പറയുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കും, നല്ലത് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഇവർ. വളരെ നമ്മൾ കെയർഫുൾ ആകണം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടാൽ നുവരാൻ പാടാണ്. അത് എപ്പോഴും ഓർത്തോണം. ഇങ്ങനൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടെങ്കിൽ മെച്ചുറായിട്ടുള്ള ആളുകളെ കണ്ട് കൗൺസിലിംഗ് നിങ്ങൾ എടുക്കണം. കർത്താവിൻ ദാസനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അത് വെച്ചോണ്ട് പോയാൽ യു വിൽ ബി അണ്ടർ സിവിയർ അറ്റാക്ക് ആൻഡ് യു ക്യാൻ ലൂസ് ദ ബാറ്റിൽ. അങ്ങനെയാകുമ്പോൾ യു വിൽ ബി ഡിസ്ട്രോയിഡ്. ആർക്കും അത് സംഭവിക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്കും സംഭവിക്കരുത്. നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും കർത്താവിൻ്റെ വകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.